നമസ്കാരം. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 29 ഒരു വിശേഷ ദിവസമായിരുന്നു. അതായത് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അതൊരു വിശേഷ ദിവസമാണ്. ഇനി ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കാത്തവർക്ക് പോലും അതൊരു വിശേഷപ്പെട്ട ദിവസമാവണം. കാരണം എന്താണെന്ന് വെച്ചാൽ അന്നായിരുന്നു വേൾഡ് ഹാർട്ട് ഡേ. അപ്പോൾ നമ്മൾ ഭ്രൂണാവസ്ഥയിലുള്ളപ്പോൾ മുതൽ അന്ത്യശ്വാസം വരെ ഒരു നിമിഷത്തെ ഇടവേള പോലും വിശ്രമിക്കാതെ അനുസ്യൂതം അഭംഗുരമായി പ്രവർത്തിക്കുന്ന ചുരുക്കം ചില അവയവങ്ങളിൽ ഒന്നാണ് ഹൃദയം എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. എന്നാലും ഹൃദയാരോഗ്യത്തെക്കുറിച്ചോ നമ്മുടെ ഹൃദയത്തിൻ്റെ തനതായ പ്രവർത്തന ശൈലിയെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രവർത്തനത്തെക്കുറിച്ചോ അടിസ്ഥാനപരമായി എത്ര പേർക്ക് അറിയാം എന്ന് ചോദിച്ചാൽ പലർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ഹാർട്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഹൃദയം എന്നുള്ളത് കവിഭാവനയിൽ വിരിയുന്ന ഒരു സംഭവമാണ് എന്നോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന ആർക്കെങ്കിലും എടുത്തു കൊടുക്കാവുന്ന ഒരു സാധനമായിട്ടോ ഒക്കെ അല്ലേ പലരും കാണാറുണ്ട്. അങ്ങനെയൊന്നും അല്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പമ്പാണ്. അതായത് രക്തം ശരീരത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും സ്വരൂപിച്ച് ആ രക്തത്തെ ലങ്സിലേക്ക് അയച്ച് അത് ശ്വാസകോശത്തിലേക്ക് അയച്ച് പിന്നെ അവിടെ നിന്ന് വീണ്ടും തിരിച്ചത് വരുത്തി പിന്നെ നാനാഭാഗങ്ങളിലേക്കും എത്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കർത്തവ്യം നിർവഹിക്കുന്ന ഒരു അവയവമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ അതായത് ഒരു മുഷ്ടി ചുരുട്ടിപ്പിടിക്കുമ്പോൾ അത്രയും വലിപ്പത്തിലുള്ള ആ ഒരു അവയവ ഒരു നിമിഷം ഈ പറഞ്ഞ പ്രവൃത്തികളൊക്കെ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ചോദിച്ചാൽ അതത്രയും വിശദീകരിച്ച് പറയാൻ എളുപ്പമല്ല അല്ലേ. അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചെറിയ ഒരു പടം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പടത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. അപ്പോൾ ഈ പടം ഒന്ന് കണ്ടു നോക്കുക. പടം എന്ന് പറയുമ്പോൾ സിനിമയൊന്നുമല്ല, ഒരു പിക്ചറാണ്, ഹാർട്ടിൻ്റെ പിക്ചർ ഇവിടെ കാണാം അല്ലേ. ഈ ഹാർട്ടിൻ്റെ പിക്ചർ കാണുമ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ്. അതായത് മെയിൻ ഫങ്ഷൻ, ഹാർട്ടിൻ്റെ പ്രധാന പ്രവൃത്തി എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ബ്ലഡ് അവിടെ എത്തിക്കുക, എന്നിട്ട് ആ ബ്ലഡിനെ തന്നെ ഓക്സിജനേഷൻ, അതായത് അതിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് വേർതിരിച്ചെടുത്തിട്ട് അതിലേക്ക് ഓക്സിജൻ കടത്തിവിട്ട് ആ രക്തം തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ എത്തിക്കുക. പറഞ്ഞ് തീരുമ്പോൾ വളരെ ലളിതം എന്ന് തോന്നും, പക്ഷേ ഇത്രയ്ക്കും പ്രക്രിയകൾ. അപ്പോൾ ഓരോ വശങ്ങളിൽ നിങ്ങൾ നോക്കുക, ആ നീല നിറത്തിലുള്ളതാണ് ഈ വെയിൻസ് എന്ന് പറയുന്നതും ചുവന്ന നിറത്തിലുള്ളതാണ് ആർട്ടറീസ് എന്ന് പറയുന്നതും. എന്തിനാണ് ഈ പ്രൈമറി സ്കൂൾ ലെവലിലുള്ള ബയോളജി ഇയാൾ ഇത്ര വിശദമായിട്ട് ഇവിടെ പറയുന്നത് എന്ന് ചിലർക്ക് തോന്നാം. വെയിറ്റ് എ മൊമെൻറ്റ്, ഈ ആമുഖത്തിനൊക്കെ ഒരു പ്രസക്തി ഉണ്ട്. വെയിറ്റ്. ഇനിയിപ്പോൾ ഈ ചെറിയ അവയവം കാരണം നമ്മുടെ രാജ്യത്തെ തന്നെ മഹാനഗരമായ ബോംബെയിൽ ഒരു ദിവസം മരണപ്പെടുന്നവരുടെ എണ്ണം ആർക്കെങ്കിലും ഒന്ന് ഊഹിച്ചെടുക്കാൻ പറ്റുമോ? ഒരൊറ്റ ദിവസം കേട്ടോ. ഈ ഹൃദയ സംബന്ധമായ അസുഖം കാരണം ബോംബെ മഹാനഗരത്തിൽ മാത്രം ഓരോ ദിവസവും മരണപ്പെടുന്നവരുടെ എണ്ണം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. 80 പേരാണ്. 80 പീപ്പിൾ ആർ നോൺ ടു ബി നമ്മൾ അറിയുന്ന കണക്കുകളാണ് കേട്ടോ. അതായത് ആശുപത്രികളിൽ എത്തുന്നവരുടെ കണക്ക് പ്രകാരം ഓരോ ദിവസവും കുറഞ്ഞത് 80 പേര് ബോംബെ മഹാനഗരത്തിൽ മാത്രം ഹൃദ്രോഗ സംബന്ധമായ കാരണങ്ങളാൽ മരണപ്പെടുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തെ മൊത്തത്തിലുള്ള കണക്ക് പറയാതിരിക്കുന്ന ഭേദം. അത് കേട്ടാൽ തന്നെ നമ്മളിൽ പലർക്കും ഒരുപക്ഷെ ഹാർട്ട് അറ്റാക്ക് വന്നെന്നിരിക്കാം. പറഞ്ഞു വരുന്നത് ആ ഒരു വിഷയമാണ്. വേൾഡ് ഹാർട്ട് ഡേ സംബന്ധമായ അല്ലെങ്കിൽ വേൾഡ് ഹാർട്ട് ഡേയുമായി ബന്ധപ്പെട്ട ഈ ഒരു പരിപാടിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും അതാണ്. അതായത് ലോക രാജ്യങ്ങളിൽ വെച്ച് പ്രമേഹത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ രാജ്യമാണ് ഒന്നാം സ്ഥാനത്ത്, അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ അടുത്ത 2-3 വർഷത്തിനുള്ളിൽ എത്തും അല്ലേ. ഇറ്റ് ഈസ് ദ ഡയബറ്റീസ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നൊക്കെ പറയാറുണ്ട് ഇത് നമ്മുടെ രാജ്യം.
ഡയബറ്റീസ് ക്യാപിറ്റൽ മാത്രമല്ല നമ്മുടെ രാജ്യം. അവർ കൺട്രി ഈസ് ഓൾസോ ദ കാർഡിയോവാസ്കുലർ ഡിസീസ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ്. അതായത് ഹൃദ്രോഗ സംബന്ധമായ അസുഖങ്ങളുടെയും കൂടി തലസ്ഥാനമാണ് നമ്മുടെ രാജ്യം. ഈ ഹൃദ്രോഗ സംബന്ധമായ അസുഖങ്ങളെന്ന് പറഞ്ഞാൽ എന്താ എല്ലാവരും ധരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക്. തെറ്റി. ഹൃദ്രോഗ സംബന്ധമായ അസുഖങ്ങൾ എന്ന് പറയുന്നത് കാർഡിയോവാസ്കുലർ ഡിസീസസ് എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്ക് മാത്രമല്ല. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് അതിലൊന്ന് മാത്രമാണ്. അതിലുപരി പ്രശ്നക്കാരനായ ഹാർട്ട് ഫെയിലിയർ എന്നുള്ള അവസ്ഥയുണ്ട്. അതിൻ്റെ തന്നെ മറ്റൊരു വകഭേദമാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതായത് പക്ഷാഘാതം എന്ന് പറയുന്ന സ്ട്രോക്കും കാർഡിയോവാസ്കുലർ ഡിസീസ് തന്നെയാണ്. ഇതെത്ര പേർക്കറിയാം? ഇതുപോലത്തെ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതും കൂടിയാണ് ഡയബറ്റിക് കെയർ ഇന്ത്യയുടെ ദൗത്യം. അതിനുവേണ്ടിയാണ് ഇത് ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. ഇനി ഈ വേൾഡ് ഹാർട്ട് ഡേ അന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു വാർത്ത നിങ്ങളിൽ എത്ര പേര് വായിച്ചു കാണും എന്നെനിക്കറിയില്ല. വായിച്ചവർക്ക് കാര്യം പിടികിട്ടി കാണും. ഇപ്പം തന്നെ ഹാർട്ടിൻ്റെ ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്ന വ്യായാമങ്ങളെക്കുറിച്ചായിരുന്നു ആ ഒരു ആർട്ടിക്കിൾ. കുറേ ചിത്രങ്ങളോടൊപ്പം തന്നെ അതിൽ നല്ല രീതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. അതിപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തു. അതിപ്പോൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിങ്ങനെയാണ്, ദ ബെസ്റ്റ് എക്സസൈസ് ഇസ് വിഗറസ് എക്സസൈസ് എന്നാണ് അതിൻ്റെ തലക്കെട്ട്. ഇനി അതിൻ്റെ തൊട്ടടിയിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. വാക്കിംഗ് ഈസ് ഓൺലി തേർഡ് ആസ് ഗുഡ്. നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഇവിടെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണത്. എത്ര തവണയായി ഞാൻ ഈ ചാനലിലൂടെ ഈ ഒരു കാര്യം വിളിച്ചു കൂവുന്നു, കൊട്ടിഘോഷിക്കുന്നു. അതായത് നടത്തം എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന അത്രയും വലിയ ഗംഭീരമായൊരു വ്യായാമമൊന്നും അല്ല എന്ന്. അങ്ങനത്തെ ഒരു വീഡിയോ ഒന്നല്ല, കുറേ വീഡിയോസ് ഞാൻ ഇട്ടപ്പോൾ പലരും എന്നെ തെറിവിളിക്കാനും ബഹളം കൂട്ടാനും വന്നിവിടെ. നടത്തം ഏറ്റവും നല്ല വ്യായാമമാണ്, ഞാൻ ദിവസേന 2 മണിക്കൂറായിട്ട് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ 3 മണിക്കൂറായിട്ട് നടക്കുന്നുണ്ട്, അത് കാരണം എൻ്റെ ആരോഗ്യം നന്നായിട്ടേ ഉള്ളൂ, എൻ്റെ ഹൃദ്രോഗമൊക്കെ നിയന്ത്രിക്കാൻ സാധിച്ചു, എൻ്റെ ഡയബറ്റീസൊക്കെ നിയന്ത്രിക്കാൻ സാധിച്ചു, എൻ്റെ വണ്ണം കുറഞ്ഞു എന്നൊക്കെ പലരും അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവിടെ പോസ്റ്റുകൾ ഇട്ടു. എന്നാൽ 4 ദിവസം മുമ്പ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഈ വാർത്തകൾ അടിവരയിട്ട് പറയുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചാനലിലൂടെ പറഞ്ഞതാണ് സത്യം. നടത്തം അത്രയും നല്ലൊരു വ്യായാമമല്ല. ഞാൻ ആദ്യം മുതലേ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വയറ് കുറയ്ക്കാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ണം കുറയ്ക്കാനോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രമേഹം നിയന്ത്രണ വിധേയമാക്കാനോ ആണെങ്കിൽ നടത്തം കൊണ്ട് മാത്രം നിങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതാണ് സത്യം, ശാസ്ത്രീയം എന്നുള്ളത് ഈ ഒരു വാർത്തയിലൂടെ വ്യക്തമാവും. ഈ വാർത്തയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഓൺ ദ ഒക്കേഷൻ ഓഫ് വേൾഡ് ഹാർട്ട് ഡേ സയൻറ്റിസ്റ്റ്സ് അണ്ടർലൈൻ ദാറ്റ് വാക്കിംഗ് ദോ ഗുഡ് ഫോർ ദ ഹാർട്ടിന് നല്ലതാണ് എങ്കിലും ഓഫേഴ്സ് ഓൺലി അബൌട്ട് a third of the benefits that a moderate to vigorous exercise regimen would offer. അതായത് കടുകട്ടിയായി വ്യായാമം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഹൃദയത്തിന് കിട്ടിയേക്കാവുന്ന ഗുണങ്ങളുടെ 1/3 മാത്രമേ നിങ്ങൾക്ക് നടത്തത്തിലൂടെ കിട്ടുള്ളൂ. നടത്തം മോശമാണെന്ന് ആരും ഇവിടെ പറയുന്നില്ല, നടത്തം നല്ലത് തന്നെയാണ്. പക്ഷേ നിങ്ങളുടെ ഹൃദയാരോഗ്യത്തിന് അത് വളരെ നല്ലതാണ്, അല്ലെങ്കിൽ അതാണ് ഏറ്റവും മികച്ചത് എന്ന് കരുതിയാൽ തെറ്റി. അപ്പോൾ ഇനി എങ്ങനെയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള മോഡറേറ്റ് ടു വിഗറസ് എക്സസൈസസ് ചെയ്യേണ്ടത്? അപ്പോൾ മോഡറേറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് മീഡിയം ഇൻറ്റൻസിറ്റി എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ വിഗറസ് എന്ന് പറയുന്നത് വളരെ സിവിയർ ഇൻറ്റൻസിറ്റി, ഹൈ ഇൻറ്റൻസിറ്റി എക്സസൈസസ് ആണ് പറയുന്നത്. വളരെ കട്ടിയുള്ള എക്സസൈസസ് ആണ് പറയുന്നത്. അപ്പോൾ ഇതിലെന്താണ് അവർ പറഞ്ഞു? ഇനി ശ്രദ്ധിച്ച് കേൾക്കുക. നടത്തത്തിൻ്റെ ഗതി, നടത്തത്തിൻ്റെ സ്പീഡ്, വേഗത, അതിനാണ് കാഡൻസ് എന്ന് പറയുന്നത്. 1 മിനിറ്റിൽ നിങ്ങൾ എത്ര സ്റ്റെപ്സ് വെക്കുന്നു എന്നുള്ളതിന് കാഡൻസ് എന്ന് പറയും. ഓക്കെ, ഈ കാഡൻസിന് തന്നെ പല റേറ്റ്സ് ഉണ്ട്. ഉദാഹരണം, 100 സ്റ്റെപ്പ്, 1 മിനിറ്റിൽ 100 സ്റ്റെപ്പിന് താഴെ ആണെങ്കിൽ ലോ ലെവൽ എക്സേർഷൻ എന്നേ പറയുന്നുള്ളതിന്.
അതായത് വളരെ ലീഷർലി വാക്കിംഗ് ആണ്, പാട്ടും പാടി ഇങ്ങനെ സ്ലോ മോഷനിൽ നടക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, സംതിങ് ലൈക്ക് ദാറ്റ്. അതായത് 1 മിനിറ്റിൽ ലെസ് ദാൻ 100 സ്റ്റെപ്സ്. 100നും 130നും ഇടയിലാണ് എങ്കിൽ അതിന് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എന്ന് പറയും. അപ്പോൾ ഒരു മീഡിയം ലെവൽ എന്നൊക്കെ പറയാം അതിന്. ബിറ്റ്വീൻ 100 ആൻഡ് 130 സ്റ്റെപ്സ് പെർ മിനിറ്റ് ആണെങ്കിൽ. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. എന്നാൽ 130 സ്റ്റെപ്പിന് കൂടുതലാണെങ്കിൽ, 1 മിനിറ്റിൽ 130 സ്റ്റെപ്സോ അതിൽ കൂടുതലാണ് നിങ്ങൾ നടക്കുന്ന സ്പീഡെങ്കിൽ അതിന് വിഗറസ് ഇൻറ്റൻസിറ്റി എന്ന് പറയാം. ഓൾറൈറ്റ്, ഇത്ര മനസ്സിലായല്ലോ. ഇനി കേൾക്കുക, ഇനി മുന്നോട്ട് കേൾക്കുക. നിങ്ങളുടെ ഹൃദയാരോഗ്യത്തിന് എന്തെങ്കിലും കാര്യമായ ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതായത് 100-130 സ്റ്റെപ്പിന് ഇടയിൽ 1 മിനിറ്റിൽ ആ വേഗതയിൽ നടക്കുന്നത് ഏതാണ്ട് 150 മുതൽ 300 മിനിറ്റ് വരെ ഒരാഴ്ചയിൽ ചെയ്യണം. അപ്പോൾ നമുക്കിനി ഇതൊന്ന് 300 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്ര മണിക്കൂറായി? 5 മണിക്കൂറായി. ആണോ? 5 മണിക്കൂർ ഒരാഴ്ചയിലാണ്. അതായത് ഓരോ ദിവസം ഏതാണ്ട് 45 മിനിറ്റ് വീതം നിങ്ങൾ നടക്കണം. 45 മിനിറ്റ് എല്ലാ ദിവസവും നടക്കാൻ എനിക്ക് സമയമില്ല. എത്ര പേർക്ക് സമയമുണ്ടെന്ന് എനിക്കറിയില്ല. അതിനുള്ള സമയം കണ്ടെത്താൻ കഴിയുന്നവർ ഭാഗ്യവാന്മാർ. എനിക്ക് അതിനുള്ള സമയമില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് അതിൽ വലിയ താല്പര്യമില്ല. അതും പറയാമല്ലോ, തുറന്നു പറയാം. പക്ഷേ ഇനിയിപ്പോൾ 45 മിനിറ്റ് നിങ്ങൾ കണ്ടെത്തി എന്ന് തന്നെ കരുതുക നടക്കാൻ. അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടോ? ഇല്ല. ബിക്കോസ് ദിസ് ഇസ് ഓൺലി മോഡറേറ്റ് ഇൻറ്റൻസിറ്റി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വിഗറസ് ഇൻറ്റൻസിറ്റിയിലേക്ക് പോകണം. വിഗറസ് ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ ഏതാണ്ട് 150 മിനിറ്റാണ് ഓരോ ആഴ്ചയിൽ. അതായത് 2.5 മണിക്കൂർ. അപ്പോൾ 2.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ ദിവസേന അരമണിക്കൂർ, ഓൾമോസ്റ്റ് ഹാഫ് ആൻ അവർ. എന്നാൽ നിങ്ങൾ എക്സസൈസാണ് ചെയ്യുന്നതെന്ന് കരുതുക, ഫ്ലോർ എക്സസൈസാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് കരുതുക. വെറും 15 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ നിങ്ങൾക്ക്. 15 മിനിറ്റ് വിഗറസ് ഫ്ലോർ എക്സസൈസ് ചെയ്തെങ്കിൽ തന്നെ അരയോ 3/4 മണിക്കൂറോ നടത്തത്തിൻ്റെക്കാളും കൂടുതൽ ഗുണം നിങ്ങൾക്ക് കിട്ടും എന്നാണ് ഈ പഠനം കാണിച്ചിരിക്കുന്നത്. തീർന്നില്ല. അത് ഞാൻ പറഞ്ഞു തുടങ്ങിയല്ലോ. അതായത് ബോംബെ മഹാനഗരത്തിൽ ഓരോ ദിവസവും ഹൃദ്രോഗം കൊല്ലുന്നത് 80ഓളം വ്യക്തികളെയാണ്. ഈ 80 വ്യക്തികളെന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഇതൊന്നുമല്ല, എണ്ണമൊന്നുമല്ല. കാരണം അതിനേക്കാളും വളരെ കൂടുതലായിരിക്കും മരിക്കുന്നത്. ഈ 80 വ്യക്തികളെ ആശുപത്രിയിൽ എത്തിക്കുകയും ആശുപത്രി രേഖകൾ പ്രകാരമുള്ള എണ്ണം മാത്രമാണത്. അത് ഓർമ്മ വയ്ക്കണം കേട്ടോ. ഇനി ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈ വ്യക്തികളിൽ, അതായത് ബോംബെ മഹാനഗരത്തിൽ ഹൈ റിസ്ക് എന്ന് കരുതിയ വ്യക്തികളുടെ ഇടയിൽ നടത്തിയ പഠനത്തിൽ ഏതാണ്ട് 19% പുരുഷന്മാർക്കും 36% സ്ത്രീകൾക്കും കൊളസ്ട്രോൾ സംബന്ധമായ രോഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ സ്ത്രീകൾക്കാണ് കൂടുതൽ എന്നുള്ളത് വ്യക്തമായി. പുരുഷന്മാരെ അപേക്ഷിച്ച് ഇരട്ടിയോളം സ്ത്രീകൾക്കാണ് കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചത്. പക്ഷേ നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ പലപ്പോഴും അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധർ ചെയ്യാറില്ല, കൂടുതൽ ശ്രദ്ധിക്കാറില്ല. അവരെ കുടുംബം നടത്തുന്നതിൻ്റെ ആ തിരക്കിൻ്റെ ഇടയിൽ പരിശോധനകളോ അല്ലെങ്കിൽ ചികിത്സകൾക്കോ വേണ്ടി സമയം ചെലവഴിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഏത് സ്ഥാപനത്തിൽ പോയാലും ചികിത്സയ്ക്ക് വരുന്നത് കൂടുതലും പുരുഷന്മാരാണ് എന്ന് നമുക്കറിയാം. സ്ത്രീകൾ പലപ്പോഴും അവരെ ആരോഗ്യം അവഗണിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണയും കൂടിയുണ്ട്. ഹൃദ്രോഗം സ്ത്രീകളിൽ കുറവാണ് എന്നാണ് പൊതുവെ ധരിക്കുന്നത്. സ്ത്രീകൾക്ക് അറ്റാക്ക് വരില്ല എന്നൊക്കെ വരെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പറയുന്ന പോലും ഞാൻ കേട്ടിട്ടുണ്ട്. സ്ത്രീകൾക്ക് അറ്റാക്ക് വരില്ല, അവർക്കൊരു നാച്ചുറൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. എവിടെ? അതൊക്കെ പോയി. അത് വേറൊരു തലമുറയ്ക്ക് ഉണ്ടായിരുന്നു. മൺമറഞ്ഞു പോയൊരു തലമുറയ്ക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. ഇക്കാലത്ത് ഇപ്പം നമ്മൾ കണ്ടുവരുന്ന തലമുറയ്ക്കൊന്നും ആ ഒരു പ്രൊട്ടക്ഷൻ ഇല്ല. സ്ത്രീ ആയതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് പ്രത്യേകിച്ച് പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ അപകട സാധ്യത ക്രമാതീതമായി കൂടിയിട്ടുണ്ട് എന്നുള്ള സത്യം കൂടി നിങ്ങൾ ഓർമ്മ വയ്ക്കണം. അതിനുള്ള അടുത്ത കാരണം കൂടി പറയാം. ട്രൈഗ്ലിസറൈഡിൻ്റെ അവസ്ഥ എടുത്തു നോക്കിയാൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേ റിസ്ക് ആയിരുന്നു. ഏതാണ്ട് 25 മുതൽ 27% വരെ അബ്നോർമൽ ട്രൈഗ്ലിസറൈഡ്സ് ആയിരുന്നു. രണ്ടു കൂട്ടർക്കും തുല്യമായി. ഇവിടെയും സ്ത്രീകളുടെ റിസ്ക് വളരെ കൂടുതലാണ്. ഓർമ്മയിരിക്കട്ടെ, നിങ്ങൾ ചിന്തിക്കുന്നതിൽ വിപരീതമായി സ്ത്രീകളുടെ റിസ്ക് വളരെ കൂടുതലാണ്. ഇനി ഈ ഹൈ റിസ്ക് ഉള്ള വ്യക്തികളെ
എക്കോ കാർഡിയോഗ്രാഫിക്ക് വേണ്ടി കൊണ്ടുപോയി. എക്കോ വരെ ചെയ്തു ഇവരെ കേട്ടോ. എക്കോ ചെയ്ത് കഴിഞ്ഞപ്പോൾ വേറെ രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന തരത്തിലായിട്ടുള്ള ഒരു സത്യമാണ് വന്നത്. 20% പുരുഷർക്കും 20% മെയിൽസ് ആൻഡ് 22% ഫീമെയിൽസ് ഹാഡ് അബ്നോർമൽ 2D എക്കോ കാർഡിയോഗ്രാം. പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കായിരുന്നു റിസ്ക് കൂടുതൽ. ഇപ്പോൾ ഈ വേൾഡ് ഹാർട്ട് ഡേയെ കുറിച്ച് ഞാൻ ഇത്ര നാക്കിട്ടടിച്ചത് എന്തിനാണെന്ന് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കട്ടെ. ഇത്തരത്തിലുള്ള ചില തെറ്റിദ്ധാരണകൾ പൊളിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്. അതായത് ഒന്ന് നടത്തം എന്തോ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞു നടക്കുന്നവർ കുറേ പേരുണ്ട്. അതങ്ങനെയല്ല എന്നുള്ളത് ഈ വാർത്തയും ഇതിൻ്റെ കൂടെ വന്ന വേറെ എത്രയോ വാർത്തകളുണ്ട്. അതെല്ലാം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു ബോട്ടം ലൈൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫൈൻഡിങ് ആണ്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ടേക്ക് ഹോം മെസ്സേജ് എന്തായിരുന്നു? ടേക്ക് ഹോം മെസ്സേജ് ശ്രദ്ധിച്ചോളൂ. ബൗട്ട്സ് ഓഫ് മോഡറേറ്റ് ടു വിഗറസ് എക്സസൈസ് വർക്കിംഗ് ഔട്ട് വിത്ത് മോർ ഇൻറ്റൻസിറ്റി ദാൻ സേ വാക്കിംഗ് 10,000 steps over the course of a day drastically improved a person's fitness compared to milder forms of exercise. എന്ന് വെച്ചാൽ ലഘുവ്യായാമങ്ങളെ അപേക്ഷിച്ച്, അതായത് ലഘുവ്യായാമങ്ങൾ സ്ഥിരമായി ചെയ്യുന്നതിനെ അപേക്ഷിച്ച്, അപ്പോൾ ഈ ലഘുവ്യായാമങ്ങൾ എന്ന് പറയുന്നതിൽ പെടുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം 10,000 steps നടക്കുന്നതും അതിൽ പെടും. അതും വളരെ ലഘുവായ ഒരു വ്യായാമമാണ്. ഒരു ദിവസം 10,000 steps, നിങ്ങളിൽ എത്ര പേര് ഒരു ദിവസം 2,000 സ്റ്റെപ്സിന് കൂടുതൽ നടക്കുന്നുണ്ടാവും എന്ന് സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് കേട്ടോ. ഞാൻ നടക്കാറില്ല, ഞാൻ തുറന്നു പറയാം. ഞാൻ 2,000 സ്റ്റെപ്പിന് കൂടുതലൊന്നും നടക്കാറില്ല. നിങ്ങൾ അങ്ങനെ ആരെങ്കിലും നടക്കുന്നവരുണ്ടെങ്കിൽ ദയവായി എന്നെ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, 10,000 steps നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ കൂടി നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയേക്കാവുന്ന ഗുണങ്ങളെക്കാൾ കൂടുതൽ ഗുണം നിങ്ങൾക്ക് എപ്പോഴാണ് കിട്ടുന്നതെന്നറിയാവോ? ഷോർട്ട് ബൗട്ട്സ് ഓഫ് മോഡറേറ്റ് ടു വിഗറസ് എക്സസൈസസ്. 5-10 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള എന്നാൽ വളരെ കട്ടിയായ വ്യായാമങ്ങളുടെ ഒരു രീതിയിൽ, ആ രീതിയിൽ നിന്ന്, ആ തരത്തിലുള്ള വ്യായാമ മുറകളിൽ നിന്ന് നിങ്ങൾക്ക് ഗുണം വളരെ കൂടുതൽ കിട്ടും. സോ യു ഷുഡ് ലുക്ക് അറ്റ് 10 or 15 minute ബൗട്ട്സ് ഓഫ് വിഗറസ് എക്സസൈസസ്. 10-15 മിനിറ്റ് മതി. രാവിലെ 10 മിനിറ്റ്, വൈകുന്നേരം 10 മിനിറ്റ്. നിങ്ങൾ മണിക്കൂറോളം നടന്നതുകൊണ്ടും നിങ്ങൾക്ക് ഗുണം കിട്ടാൻ പോകുന്നില്ല. ആ കിട്ടിയേക്കാവുന്ന ഗുണത്തെക്കാൾ കൂടുതൽ ഗുണം നിങ്ങൾക്ക് ഈ 10-15 മിനിറ്റ് വിഗറസ് എക്സസൈസിലൂടെ കിട്ടും എന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ഇനി എന്ത് വേണം നിങ്ങൾക്ക് തെളിവ്? ഇനിയും നടത്തത്തിനെക്കുറിച്ച് കൊട്ടിഘോഷിക്കാൻ കുറേ പേര് വരൂ. നിങ്ങളുടെ സംശയങ്ങളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ വിമർശനങ്ങൾ പോലും വി വെൽക്കം. All your criticisms, all your opinions, please share your thoughts with us. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എല്ലാം നിങ്ങൾക്ക് ഈ കമൻസിലിടാം. പക്ഷേ ശാസ്ത്രീയമായി നോക്കിയാൽ നടത്തം എന്ന് പറയുന്ന ഒരു വ്യായാമ മുറ ഇറ്റ് ഈസ് ഓവർ ഡൺ. അതിന് കൊടുത്തിരിക്കുന്നത് അമിത പ്രാധാന്യമാണ്. ഇത്രയും പ്രാധാന്യമൊന്നും കൊടുക്കേണ്ടതില്ല. ഇപ്പോഴും നടത്തം എന്ന് പറഞ്ഞാൽ യെസ്, ഇഫ് യു എൻജോയ് ഡൂയിങ് ഇറ്റ് പ്ലീസ് ഡു ഇറ്റ്. നിങ്ങൾക്കത് ചെയ്യുന്നത് ആസ്വാദ്യകരമായ ഒരു പരിപാടിയാണെങ്കിൽ, നിങ്ങൾക്കത് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്, നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങളത് ആസ്വദിച്ച് ചെയ്യുന്നു, നിങ്ങൾക്കതിന് വേണ്ടി വേറെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിൽ, നിങ്ങൾക്ക് സമയം യഥേഷ്ടമുണ്ട് എങ്കിൽ ചെയ്തോളൂ, നടന്നോളൂ. പക്ഷേ അതിൽ നിന്ന് കിട്ടിയേക്കാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത വേണം. അതിനുവേണ്ടിയാണ് ഈ ലോക ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ഈ ഒരു പരിപാടിയും ഈ ഒരു ആർട്ടിക്കിൾ, ഈ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഈ ഒരു ആർട്ടിക്കിൾ നിങ്ങളുമായി പങ്കുവെച്ച് ഇതിനെ ഒന്ന് വിശകലനം ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണും. ഇതിനെക്കുറിച്ച് കുറേ റിസർച്ച് വേണ്ടി വന്നു. ഐ ഹോപ്പ് ഐ ഹാവ് ബീൻ ഏബിൾ ടു ഷെയർ സം ഓഫ് ദി ഇൻഫർമേഷൻ വിത്ത് യു. ഇനിയും കുറേ ഉണ്ട്, പക്ഷേ എല്ലാത്തിനും നമുക്ക് സമയമില്ല. അതിനാൽ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നോട്ടിഫിക്കേഷൻ ഐക്കൺ മറക്കരുത്. നന്ദി, നമസ്കാരം. ആൻഡ് ഹാവ് എ സേഫ് ഡേ, വീക്ക്, മന്ത്, ഇയർ ആൻഡ് ഇയേഴ്സ് of a healthy heart and a healthy life ahead
for you and your family and your friends. Okay, thank you.